ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ദൂതുകൾ, ദൈവം തരുന്ന ആലോചനകൾ, വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വിടുതൽ കർത്താവ് ഒരുക്കും. परमेश्वर देने वाला वाणी हमारे जीवन में बहुत ही बड़ा छुटकारा का कारण प्रभु करेगा. അതുകൊണ്ട് ദൈവമക്കൾ ആത്മാർത്ഥതയോടെ തന്നെ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ഈ മെസ്സേജുകളെ ആഴമായി കേട്ട് ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കും. इसलिए परमेश्वर के लोग हृदय की सच्चाई से ये प्रार्थना में शामिल होना और सुनने वाला वचन को आप सुनकर बलवंत होना. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. पवित्र आत्मा सामर्थ्य से मुझसे बात किया. അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കും. मानने से आप आशीष पाओगे. ഈ പദം എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടപ്പോൾ ये पद जब प्रभु मुझसे बात किया, ഞാൻ ഷാനിലിയോട് പെട്ടെന്ന് പറഞ്ഞു, കർത്താവ് എന്നോട് സംസാരിച്ചിരിക്കുക. मैं पत्नी से कहा प्रभु मुझसे बात ഈ पाओगे. ഉപവാസ പ്രാർത്ഥനയുടെ തീം വേർഡ് എന്ന് പറയുന്നതാണ്. ये उपवास की प्रार्थना का थीम शब्द वही है. അനുസരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. अनुसरण करना, आशीष पाना. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടിപ്പോയത് ഒരുപാട് വചനങ്ങൾ എന്റെ മനസ്സിൽ ഓടിയെങ്കിലും बहुत जल्दी बहुत सारा वचन मेरे मन में आया. തികച്ചും വ്യത്യസ്തമായി തന്നെ കർത്താവ് എന്നോട് സംസാരിച്ചത് പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ്. कुछ अलग तरीके से पत्रस के पत्री से प्रभु मुझसे बात किया. അതാണ് നമ്മുടെ തീം വാക്യം എന്ന് പറയുന്നത്. वही हमारा थीम वचन है. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. पहला पत्रस 1 का 14 और 15. ഇത് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമായിരിക്കാം ഒരുപക്ഷെ ഈ ഭാഗം. अच्छी तरह परिचित वचन होगा ये वचन. പല സന്ദർഭങ്ങളിൽ അവൻ ശുശ്രൂഷിച്ച് വന്ന സമയങ്ങളിലൊക്കെ ഈ വചനങ്ങളെ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. വിശുദ്ധിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. कई बार प्रचार करते समय ये वचन आया है. पवित्रता के बारे में, आज्ञाकारिता के बारे में सब बताया गया है. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവമക്കൾ ഈ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. ये उपवास के प्रार्थना में ये वचन को आप थाम के रखते हुए प्रार्थना करें. ഞാൻ അനുസരിക്കുന്നവരാകും, मैं आज्ञा मानूंगा, എന്റെ മക്കൾ അനുസരിക്കുന്നവരാകണം എന്ന് പ്രാർത്ഥിക്കണം. मेरे बच्चे आज्ञा मानने वाले बनना है. ഒരിക്കലും മറ്റൊരാളെ നമുക്ക് അനുസരിപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാൻ ഒക്കത്തില്ല. दूसरे को हम आज्ञाकारी नहीं बना सकते. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ पवित्र आत्मा जब बात करता है, ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ ആലോചനകളെ परमेश्वर बात करने वाला प्रभु का वाणी, അത് അതുപോലെ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഏറ്റെടുത്താൽ മാത്രമേ അനുഗ്രഹം ലഭിക്കപ്പെടുകയുള്ളൂ. वो उसी प्रकार हम स्वीकार करने से ही आशीष पाएंगे. ഇതിന്റെ ആഴങ്ങൾ അടുത്ത ദിവസങ്ങളൊക്കെ കർത്താവ് നമ്മളോട് സംസാരിക്കും. इसके गहराई अगले दिनों में परमेश्वर हमसे बात പക്ഷേ करेगा. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, आज रात को परमेश्वर के लोग ഈ समझना है, ഉപവാസ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിന്, എന്റെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമാകണം. ये उपवास का प्रार्थना मेरे जीवन में, मेरे परिवार, मेरे बच्चों को आशीष का कारण അതുപോലെ തന്നെ ഈ ഉപവാസം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമാകണം. इसी प्रकार ये उपवास ये देश के लिए भी आशीष बनना കാരണം है. അനുസരിക്കുന്നവന് മാത്രമേ അനുഗ്രഹമുള്ളൂ. जो आज्ञा मानने वाले हैं वही आशीषित होते हैं. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ उत्पत्ति से लेके प्रकाश, ഇതിന്റെ ആകെ തുക എന്ന് പറയുന്നത് അനുസരിക്കുന്നവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളതും. इसका पूरा सारांश है जो आज्ञा मानते हैं उसे मिलता है. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുന്നതും അനുസരിക്കുന്നവർക്കാ. प्रकाशित वाक्य में हम देखते हैं जो मानते हैं वही स्वर्गीय आशीष पाता है. അനുസരിക്കുന്നവർക്കാണ് ജയമുള്ളത്. जो मानते हैं वही जय पाते हैं. ജയിക്കുന്നവർക്കാണ് കിരീടം ഒരുക്കി जो വെച്ചിരിക്കുന്നത്. जय पाते हैं उसे मुकुट तैयार कर रखा है. അപ്പോൾ ദൈവമക്കൾ ചിന്തിക്കുക, അനുസരിക്കാൻ തയ്യാറാകണം. इसलिए परमेश्वर के लोग अब समझना है, अब आज्ञा मानने तैयार അപ്പോൾ നമ്മൾ होना. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ പ്രാർത്ഥന, आज हम प्रार्थना करके शुरू करने वाला ये ഇത് प्रार्थना, തീരുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യസ്തത വെളിപ്പെടണം. ये समाप्त होने तक हमारे जीवन में बड़ा बदलाव होना എന്ന് है. പറഞ്ഞാൽ ഉപവാസത്തിൽ മാത്രം ലഭിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമായിട്ട് തീരരുത്. उपवास में सिर्फ मिलने वाला आशीष नहीं, മറിച്ച് ഇത് നമ്മളൊരു തുടക്കമായിരിക്കണം. ये हमारा एक शुरुआत होना चाहिए. നമ്മുടെ വീടിനകത്തൊരു ദൈവ പ്രവൃത്തിയായി മാറണം. हमारे परिवार के अंदर प्रभु का कार्य होना है. നിങ്ങൾ 1-2 ഭാഗങ്ങൾ മാത്രം ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുക. 1-2 भाग मैं आज बनन करना चाहता ഉൽപ്പത്തി हूँ. പുസ്തകത്തിൽ അനുസരിച്ച ഒരു മനുഷ്യൻ
വളരെ നീണ്ടുകിടക്കുന്ന അധ്യായം എന്ന് പറയുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. उत्पत्ति के किताब में अनुसरण किया हुआ एक व्यक्ति है अब्राहम. അബ്രഹാമിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും നമുക്ക് എടുക്കണ്ട. अब्राहम के बारे में हम अच्छी तरह जानते हैं, इसलिए वो वचन उठाने की आवश्यकता नहीं. നോക്കുക, ദൈവത്തെ അനുസരിച്ച ഒരു മനുഷ്യൻ, परमेश्वर का आज्ञा माना हुआ അവന്റെ व्यक्ति, പാർപ്പിടം എവിടെയായിരുന്നു? उसका घर कहाँ था? ദൈവമേതെന്നറിയാത്തൊരു അനുഭവത്തോടെ വളർന്നവൻ. परमेश्वर को नहीं जानने वाला एक अनुभव से बड़ा हुआ പക്ഷേ था. അവന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ വല്യപ്പന്മാർ ഉണ്ടാക്കി വെച്ച ഒരു വിഗ്രഹത്തിന്റെ മുൻപിലും അവൻ സംസാരിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടിട്ടില്ല. उसके पिता और बुजुर्ग लोग जो बनाए हुए, वो परमेश्वर उससे बात करता वो कभी വിളിക്കുന്ന ഒരു വിളി ശബ്ദം അവൻ കേട്ടിട്ടില്ല. वो कभी पुकारता हुआ आवाज वो सुना नहीं. ആശ്വാസത്തിന്റെ പദങ്ങൾ പറയുന്ന അവൻ ഒരു ദൈവത്തെയും അവൻ അവിടെ കണ്ടെത്തിയില്ല. शांति की बातें बोलने वाला कोई भी परमेश्वर को देखा नहीं. അവന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെയും അവൻ ആ കാലഘട്ടങ്ങൾ കണ്ടില്ല. उसके मन को धैर्य देने वाला कोई भी परमेश्वर को देख नहीं पाया. അപ്പോഴാണ് ഒരു ദിവസം തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. उसी समय तेजस्वी परमेश्वर एक दिन उसे അപ്പൻ ഉണ്ടാക്കി വെച്ച ഈ വിഗ്രഹത്തിന്റെ ആ ഒരു ശബ്ദമല്ല അവൻ കേട്ടത്. पिता बनाकर रखा वो मूर्ति का आवाज नहीं सुना. वो ദൈവത്തിന്റെ ശബ്ദം, യഥാർത്ഥ ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. सच्चा परमेश्वर का आवाज सुना. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. अब्राहम, मैं जिस देश को दिखाने वाला हूं वहां के लिए तो निकल. ഇതുവരെ അവൻ കേൾക്കാത്ത ഒരു ദൈവ ശബ്ദം അവൻ കേൾക്കുന്നു. वो अभी तक नहीं सुना हुआ एक परमेश्वर का आवाज सुना. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, मैं आप लोगों से कहता हूँ, നമ്മുടെ ജീവിതത്തിന്റെ അകത്തും സകല പ്രതീക്ഷകളും അസ്തമിച്ച് നിൽക്കുമ്പോൾ ഒരു ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റും. हमारे जीवन में भी सारी उम्मीद नष्ट होती है तब परमेश्वर का आवाज हम सुन ആ पाते हैं. ശബ്ദം കേൾക്കുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നവരാകരുത്. वो आवाज सुनते समय आप चुपचाप ना ആ रहे. ശബ്ദത്തിനകത്ത് എന്താണ് വിളിച്ചു പറഞ്ഞത്, वो आवाज में क्या बोल रहा है അത് നീ അനുസരിക്കാൻ वो തയ്യാറാകണം. मानने के लिए आप तैयार हो ആ जाओ. ശബ്ദത്തിനകത്ത് നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശങ്ങൾ കിടപ്പുണ്ട്. वो आवाज में आपके लिए जो संदेश रखा है, നിനക്കുള്ള വാഗ്ദത്തങ്ങളുടെ കലവറകൾ ആ ശബ്ദത്തിനകത്തുണ്ട്. आपके लिए वायदों का समूह उस शब्द में रखा है. ആ ശബ്ദം കേട്ട് നീ ഒന്ന് അനുസരിക്കാൻ തയ്യാറായാൽ वो आवाज सुनकर आप मानने तैयार होने ഇന്ന് से. രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, തോറ്റു പോകുന്ന ഒന്നിനെ അല്ല, മറിച്ച് ഓരോ സെക്കൻഡിലും ജയിക്കാൻ കഴിയുന്ന ഒരു ദൈവം നിന്റെ കൂടെ നിന്ന് നിന്നെ വഴി നടത്തും. हारने वाले ने एक एक क्षण जय पाने वाले परमेश्वर आपके साथ रहेगा. ഈ മനുഷ്യൻ ആ ശബ്ദം കേട്ടും ഇതുവരെ അങ്ങനെ ഒരു ശബ്ദം ഈ മനുഷ്യൻ കേട്ടിട്ടില്ല. അബ്രഹാം ये अब्राहम वो परमेश्वर का आवाज सुना, अभी तक ऐसा आवाज नहीं सुना था. അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വിഗ്രഹത്തിന്റെ ശബ്ദം അവൻ കേട്ടിട്ടില്ല ഇതുവരെ. पिता बनाकर रखा वो मूर्ति का आवाज अब तक नहीं सुना था. അതിനെ അനുസരിക്കേണ്ടി വന്നിട്ടില്ല. उसे मानने की आवश्यकता അത് हुआ नहीं. പുറപ്പെടാൻ പറഞ്ഞിട്ടില്ല. वो निकलने को बोला അത് नहीं. ഇതിനെ എല്ലാം വിട്ടിട്ട് പുറപ്പെടണമെന്ന് പറയുന്നില്ല. ये सब छोड़कर निकलो करके कभी बोला नहीं. എന്നാൽ ഈ അബ്രഹാം തേജോമയനായ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. लेकिन अब्राहम अभी तेजस्वी परमेश्वर की आवाज सुना. കേട്ട ശബ്ദം അവൻ മനസ്സിലാക്കി, ഞാൻ എന്നോട് സംസാരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല. वो सुना हुआ आवाज समझ गया, मुझसे जो बात कर रहा है वो साधारण व्यक्ति नहीं है. അവന് വെളിപ്പെട്ട വെളിപ്പാടോടെ, അവന് കിട്ടിയ കാഴ്ചപ്പാടോടെ, അവന് കിട്ടിയ ദൈവ ശബ്ദത്തോടെ അവൻ പുറപ്പെടാ തീരുമാനിച്ചു. उसे मिला हो प्रकाशन के साथ वो निकलने के लिए तैयार हो ഈ गया. സകലത്തെയും വിട്ട് നീ അനുഗമിക്കണം. तो सब कुछ छोड़कर मेरा पीछा ഞാൻ कर. നിന്നോട് കാണിപ്പാനിരിക്കുന്ന ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടണം. मैं तुझे दिखाने वाला देश के लिए तू निकल पड़. എങ്ങോട്ട് പോകണമെന്നറിയില്ല, कहाँ जाना है मालूम नहीं. എന്താ ദൈവത്തിന്റെ ഉദ്ദേശമെന്നറിയില്ല, परमेश्वर का इच्छा क्या है वो जानते हैं. എവിടെയാ താമസിക്കേണ്ടതെന്നറിയില്ല, कहाँ रहना है मालूम എന്ത് नहीं. കഴിക്കണമെന്നറിയില്ല, क्या खाना है नहीं എന്ത് जानते. കുടിക്കണമെന്നറിയില്ല, क्या पीना है नहीं എന്ത് जानते. ധരിക്കണമെന്നറിയില്ല, क्या पहनना है नहीं എന്താ जानते. ചെയ്യേണ്ടതെന്നറിയത്തില്ല. क्या करना है नहीं പക്ഷെ जानते. മണ്ടനെ പോലെ അനുസരിച്ച ഒരു മനുഷ്യൻ, लेकिन मूर्ख के समान माना एक അതവന്റെ व्यक्ति. ഓരോ കാഴ്ചവടിനും അനുഗ്രഹം വന്നുകൊണ്ടേയിരുന്നു. उसके हर एक कदम में अनुग्रह उसके साथ रहा. ഒന്നിനും അവന് കുറവ് വന്നില്ല. किसी भी बात की कमी न ഒന്നിനും हुआ. അവന് കുറവ് വരാൻ ദൈവം സമ്മതിച്ചില്ല. कुछ के भी कमी होने के लिए प्रभु കാരണം अनुमति नहीं दिया. ഇതുപോലെ അനുസരിച്ച ഒരു മനുഷ്യൻ इसी प्रकार अनुसरण किया एक യമൻ व्यक्ति വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി അവൻ ഓടിക്കൊണ്ടിരിക്കുകയാ. वायदे के लिए अभी दौड़ रहा है. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകേണ്ടി വന്നു. कितनी समस्याओं से मनुष्य को जाना ഓർക്കുക, पड़ा. ചാർച്ചക്കാരെ വിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. अपने कुटुंबियों को छोड़ना बोलने से छोटी बात नहीं है. സ്വന്തക്കാരെ വിടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. अपने भाई बंधुओं को छोड़ना बोलने से छोटी बात नहीं യമേ है. സ്വന്തവും ബന്ധവും സകലതും വിട്ടേച്ച് അനുഗമിക്കുന്ന മനുഷ്യൻ.
अपने सारे रिश्तों को छोड़कर प्रभु का पीछा करने ഇന്ന് निकला। രാത്രി എത്ര പേർക്ക് കൊതിയുണ്ട്? आज कितने लोग चाहते എന്റെ हैं അപ്പാ നീ എന്നോടൊന്ന് പറ, प्रभु तू मुझसे बोल, ഞാൻ അനുസരിക്കാൻ मैं തയ്യാറാണ്. आज्ञा मानने तैयार ഈ हूँ। ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന് നമ്മളോട് പല കാര്യങ്ങൾ പറയാനുണ്ട്. ये ദൈവമക്കളെ, उपवास के प्रार्थना में प्रभु हमसे बहुत कुछ बोलना चाहता है। ദൈവത്തിന് നിന്റെ തലമുറയോട് പറയാനുണ്ട്. प्रभु आपके बच्चे के बारे में बोलना ദൈവത്തിന് चाहता നമ്മുടെ है। സഭയോട് പറയാനുണ്ട്. प्रभु आपकी कलीसिया से बोलना चाहता है। സകല പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്ന നിന്റെ കുടുംബത്തോട് ദൈവത്തിന് പറയാനുണ്ട്. सारी उम्मीद समाप्त हो आपके परिवार से प्रभु बात करना चाहता है। പറയുന്നതൊന്ന് കേൾക്കാൻ മനസ്സുണ്ടോ? वो सुनने के लिए आप तैयार है क्या? പറയുന്നതൊന്ന് അനുസരിക്കാൻ തയ്യാറാണോ? वो जो बोलता है वो मानने आप तैयार है നമ്മൾ क्या? പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകളല്ല, അതിനപ്പുറത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ദൈവത്തിന് ചെയ്യാൻ സാധിക്കും. हमारी उम्मीद से भी बढ़कर आपके बच्चे के लिए, आपके परिवार के लिए, आपके सेवकाई के लिए प्रभु करना चाहता है। ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു അന്തവുമില്ലാത്ത ഒരു മനുഷ്യൻ बुद्धि से अगर सोचे तो कोई भी अंत नहीं। ഞാൻ എന്ത് ചെയ്യും? मैं क्या करूंगा? പക്ഷെ പറഞ്ഞവനെ വിശ്വസിച്ചു, जो बोला उसे वह विश्वास किया, പറഞ്ഞവനെ അനുസരിച്ചു. जो बोला उसे वह मान लिया, ആ വിളി അങ്ങ് ശരിക്ക് കേട്ടു, वो आवाज वो सुन लिया, ആ വിളിയെ അംഗീകരിച്ചു, वो आवाज को वो आज्ञा मान ആ लिया, വിളി ഏറ്റെടുത്തു. वो स्वीकार कर लिया, ഏറ്റെടുത്ത മനുഷ്യൻ പുറപ്പെട്ടു തുടങ്ങി. वो स्वीकार कर लिया, अभी निकल पड़ा। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज मुझे सुनने वाले प्रिय लोगों, എത്രയോ സന്ദർഭങ്ങൾ ദൈവം നമ്മളോട് പറഞ്ഞിട്ട് നമ്മളത് മനസ്സിലാക്കാതെയോ മനസ്സിലാക്കിയിട്ട് മനസ്സിലാകാത്തവരെ പോലെ അവൻ മാറിപ്പോയ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ദൈവം പറയുന്നു ചിലത് അനുസരിക്കാൻ നീ മുൻപോട്ട് വരണം. कितना ही बार प्रभु हमसे बोला है लेकिन हम समझे नहीं है, प्रभु की बात को माने नहीं है, लेकिन प्रभु कहता है ये उपवास के प्रार्थना में आप मानने तैयार होकर आगे बढ़े। ദൈവം നമ്മളെ പിടിച്ചേൽപ്പിക്കപ്പെട്ട ചില ദൈവിക ശുശ്രൂഷകൾ, ദൈവിക കൃപകൾ, ദൈവികമായ അനുഭവങ്ങൾ ഇത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ടവരാണോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണോ? അവൻ മടിക്കരുത്. പരിശുദ്ധാത്മാവ് അകത്തിടപെട്ടതിനെ അനുസരിച്ച് മുൻപോട്ട് ഇറങ്ങിക്കോണം. प्रभु हमें दिया हुआ परमेश्वर का कुछ वरदान है, उसे हम लोग उपयोग करना है, दूसरों के लिए प्रार्थना करना है तो करना है, प्रभु की बात को मानकर आगे बढ़ना है। സ്വർഗം മാനിക്കാൻ തുടങ്ങും. प्रभु हमें आदर करेगा, ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. प्रभु हमें आशीष करेगा, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ തുറക്കാൻ തുടങ്ങും. प्रभु के वायदे खुलेगा, ആരും നിനക്കൊരു ദോഷവും ചെയ്യാതെ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേൽ ചൊരിയപ്പെടും. कोई भी तेरे कोई बुराई करे बिना प्रभु का आशीष तुझ पर हो। ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, उत्पत्ति 12 अध्याय में अब्राहम से प्रभु कहता है, അബ്രഹാമേ എന്റെ വാക്ക് കേട്ട് നീ ഇറങ്ങി തിരിക്കാൻ തയ്യാറായാൽ अब्राहम तू मेरी आवाज सुनकर निकलने നീ तैयार होने से, അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. तू जिसे आशीष करता है मैं उसे आशीष दूंगा, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. जो तुझे आशीष देता है उसे നിന്നെ मैं आशीष दूंगा, ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. जो तुझे शाप देता है उसे मैं ഓ, शाप നീ ആരെ दूंगा। ശപിക്കാൻ പോകണ്ട. तू किसी को शाप നീ देने की എല്ലാവരെയും आवश्यकता नहीं, അനുഗ്രഹിച്ചാ മതി. तू सबको आशीष ഞാൻ देने ഇന്ന് से बस രാത്രി है। ഒരു ദൂത് ഞാൻ അവിടെ നിന്ന് പറയാം. मैं वहां से एक वाणी कहना चाहता എല്ലാവർക്കും हूँ, എല്ലാവരെയും അനുഗ്രഹിക്കാൻ പറ്റുകയില്ല. सबको सबसे आशीष करने नहीं എന്തുകൊണ്ട് पाएगा। പറ്റത്തില്ലെന്നറിയാമോ? क्यों नहीं होता है? ദൈവത്തെ അനുസരിക്കുന്നവന് മാത്രമേ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റൂ. प्रभु की आज्ञा मानने वाले कोई दूसरों को आशीष कर पाते നാം हैं। എല്ലാവരെയും അനുഗ്രഹിക്കുന്നവരാകണം. हम सबको आशीष करने वाले ദൈവത്തിന്റെ बनना है। വചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന്, परमेश्वर का वचन को मानने वाले परमेश्वर के लोग, ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു ദൈവ പൈതലിന് परमेश्वर का वचन को स्वीकार करने वाले प्रिय लोग, അവൻ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പറ്റും. वो सबको आशीष कर നിങ്ങൾ पाएंगे। അനുഗ്രഹിക്കപ്പെടും. तो आशीष होगा നമ്മുടെ ആധാരത്തിന് അത് വരുന്നുണ്ടെങ്കിൽ हमारे जीव में। अगर आता ഇന്ന് है तो രാത്രി ഉറച്ചു വിശ്വസിച്ചോ, आज दृढ़ता से विश्वास നിങ്ങൾ करें, ദൈവത്തെ അനുസരിക്കുന്നവരാ. आप प्रभु को मानने वाले പക്ഷേ हैं। ചിലരെ അനുഗ്രഹിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ, कुछ लोगों को आशीष नहीं कर पाते അവൻ हैं। അവിടെ ഒരു ചെറിയ കടുംപിടുത്തം അകത്തുണ്ടെങ്കിൽ, वहां में अगर मन में कुछ बात आती है तो അവിടെ നിന്നെ പുറകോട്ട് വലിക്കുന്ന എന്തോ ഒന്ന് നിന്നെ ചുറ്റി വരിയുന്നുണ്ടെങ്കിൽ ഓർക്കുക, നീ അനുസരിക്കാൻ തയ്യാറുള്ളവരല്ല. आपको अगर पीछे करने वाले कुछ बातें आते हैं तो समझ ले आप मानने तैयार नहीं हुए। അനുസരിക്കാൻ തയ്യാറുള്ളവനാണെങ്കിൽ आप मानने के लिए तैयार होने से നിന്റെ നഷ്ടങ്ങൾ ഒരു നഷ്ടങ്ങളല്ല. आपका नष्ट कभी नष्ट नहीं നിന്റെ है, കഷ്ടങ്ങൾ ഒരു കഷ്ടങ്ങളല്ല. आपका कष्ट कभी कष्ट നിന്റെ नहीं വേദനകൾ है, ഒരു വേദനയല്ല. आपका दर्द कभी दर्द നീ नहीं है। ഒറ്റപ്പെട്ടു പോയെന്ന് നീ ചിന്തിക്കുന്ന ആ ഒരു അനുഭവം നിന്നെ വേട്ടയാടത്തില്ല. കാരണം നീ അനുഗ്രഹിക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. आप
आप अकेला हो गए ऐसे एक बात आपको आक्रमण नहीं करे, क्योंकि आप जिसे आशीष करते हैं परमेश्वर से आशीष करता है। നിനക്കും അനുഗ്രഹം കിട്ടും. आप भी आशीषित ഇന്ന് होंगे। രാത്രി ദൈവമക്കൾ മറന്നു പോകരുത്. आज रात को आप लोग ഈ भूलना ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണം. ये उपवास का प्रार्थना हमारे जीवन में आशीष होना है। അനുസരിച്ചു നോക്കിക്കോ. मानने के लिए तैयार हो ദൈവം जाए। പറയുന്നത് ഒരു പോഷനെ പോലെ ഏറ്റെടുക്കാൻ. परमेश्वर बोलने वाली बात मूर्ख के समान स्वीकार करे। എന്ന് പറഞ്ഞ പ്രവാചകൻ പറയുന്ന കാര്യം എടുക്കാനല്ല ഞാൻ പറയുന്നത്. भविष्यता जो बोलता वो लेने के लिए नहीं। തിരുവചനം എന്ത് പറയുന്നു? वचन क्या कहता है? തിരുവചനം എന്ത് പ്രഖ്യാപിക്കപ്പെടുന്നു? वचन क्या घोषणा करता है? തിരുവചനം അനുസരണത്തിന് വേണ്ടി എന്ത് തെളിയിക്കുന്നുവോ? वचन क्या साबित करता है? അത് ദൈവമക്കൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ वो परमेश्वर के लोग मानने ഈ तैयार കാലഘട്ടത്തിൽ ഒത്തിരി പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നുണ്ട്. हैं। इन दिनों में कई भविष्यता ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ പുറത്തു വരുന്നുണ്ട്. कई भविष्यवाणियां बाहर आती പക്ഷേ हैं। ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, मैं आज रात को आप ഞാൻ लोगों से വിശ്വസിക്കുന്നു कहता हूं, ഏറ്റവും വലിയ പ്രവചനം തിരുവചനമാണ്. मैं विश्वास करने वाला सबसे बड़ा भविष्यवाणी ഏറ്റവും वचन വലിയ है। പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. सबसे बड़ा भविष्यवाणी प्रभु का ആ वचन है। വചനത്തെ ഒന്ന് ഏറ്റെടുക്കാൻ ഒരു ദൈവ പൈതൽ അനുസരിക്കാൻ തയ്യാറായാൽ वो वचन स्वीकार करने के लिए परमेश्वर के लोग तैयार होने യമൻ से വാലല്ല തലയാക്കുമെന്ന് പറയുന്ന യമൻ പ്രവചനത്തിന് പുറകെ ഓടാതെ ദൈവത്തിന്റെ വചനം എന്ത് അനുശാസിക്കുന്നു, ദൈവവചനം എന്ത് പഠിപ്പിക്കുന്നുവോ ആ വചനത്തെ മുറുകെ പിടിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. आपको पूछ नहीं सर बनाऊंगा, वो भविष्यवाणी के पीछे भागे बिना प्रभु का वचन क्या कहता है उसे मानने तैयार, उनसे आशीष होंगे। ഞാൻ പറയാം, പ്രവചിച്ച പ്രവാചകൻ മാറിപ്പോകും. भविष्यवाणी करने वाला भविष्यता അല്ലേ? भटक जाएगा। പ്രവചിച്ച പ്രവാചകന്മാർ തെറ്റിപ്പോകും. भविष्यवाणी करने वाला भटक जाएंगे। ഇന്നലകളിൽ പ്രവചിച്ചവൻ, ഇന്നലകളിലെ പ്രാർത്ഥനാ വീരന്മാർ, ഇന്നലകളിലെ വലിയ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തവർ ഇന്ന് പരാജയപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു പ്രവചന സൂക്തമുണ്ടെങ്കിൽ അത് തിരുവചനത്തിന്റെ വ്യാപാരമാണ്. पिछले दिनों में भविष्यवाणी करे हुए प्रचार करे हुए भटक जाते, लेकिन कभी नहीं बदलने वाला प्रभु का वचन सिर्फ है। ഇന്ന് രാത്രി ഓടി മടുക്കാനിടയാകരുത്. दौड़कर आप थकना मत। എവിടെയുണ്ട് പ്രവാചകന്മാർ, എവിടെയുണ്ട് പ്രഭാഷണങ്ങൾ, എവിടെയുണ്ട് പ്രവാചക ശബ്ദം കേൾക്കാൻ എന്ന് പറഞ്ഞ് ഓടിത്തിരിയരുത്. തിരുവചനത്തിലേക്ക് മടങ്ങി വരണം, അനുസരിക്കാൻ തയ്യാറാകണം. कहाँ पर भविष्यवाणी है, कहाँ पर भविष्यता, ऐसा दौड़कर आप थकना मत। प्रभु का वचन मानने के लिए आप तैयार हो जाए। ചിന്തിച്ചു നോക്കി, അബ്രഹാമിന്റെ കാലത്ത് ഏത് പ്രവാചകന ധൈര്യപ്പെടുത്താൻ ഉണ്ടായിരുന്നത്? अब्राहम के समय में कौन सा भविष्यता था धैर्य देने के लिए? ഹലോ, എത്ര പേര് കേൾക്കുന്നുണ്ട്? എത്ര പ്രവാചകന്മാർ അന്നുണ്ടായിരുന്നു? कितने भविष्यता थे उस समय? ഡയറക്റ്റ് ദൈവ ശബ്ദം, प्रभु डायरेक्ट बात करता था। ഡയറക്റ്റ് ദൈവ ശബ്ദം കേൾക്കുക. प्रभु डायरेक्ट बात करता ഒന്ന് നിങ്ങൾ था। ഒന്ന് ഓർത്ത് നോക്കിക്കേ. आप सोच कर കുറെ देखिए, നാളുകൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോ कुछ समय आगे बढ़ने के बाद അബ്രഹാമിനോട് ദൈവം അടുക്ക വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. अब्राहम के करीब आकर प्रभु कहता है, മക്കളെ, ഈ ലോത്തുമായിട്ടുള്ള പോക്ക് നിനക്ക് അത്ര യോജിച്ചതല്ല. ये लोथ के साथ तू चलना सही नहीं है। ഈ ലോത്ത് എന്ന് പറയുന്നത് ലോക സ്നേഹത്തെ ये കാണിക്കുന്നതാണ്. लोथ जो है संसार का प्रेम दिखाता है। നിന്റെ വാക്തത്വങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഒക്കാതെ നിന്നെ തടയുന്ന ഈ തലത്തെ നീ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. तेरे वायदे को तू पाए बिना तुझे रोकने वाला इस अनुभव को तू बदलना है। നീ ലോത്തിനെ ഒന്ന് മാറ്റാൻ തയ്യാറാകണം. ये लोथ को अलग करने तैयार हो जाना। ദൈവത്തിന് നിന്നോട് ഒത്തിരി പറയാനുണ്ട്. प्रभु तुझसे बहुत बात करना ഞാൻ ഇന്ന് चाहता है। രാത്രിയിലെ ദൈവമക്കളോട് ഞാൻ പറയാം, मैं आज आप लोगों से कहता हूँ, ദൈവത്തിന് ഒത്തിരി നമ്മളോട് പറയാനുണ്ട്. प्रभु बहुत कहना चाहता ദൈവത്തിന് है। ഒത്തിരി നമ്മളോട് സംസാരിക്കാനുണ്ട്. प्रभु हमसे बहुत बात करना പിന്നെ चाहता എന്നാ है। തടസ്സമെന്നറിയാമോ? फिर क्या रुकावट ചില है? ലോക സ്നേഹത്തിന്റെ ചില പറ്റുമാനങ്ങളാ. कुछ संसार के प्रेम हमारे साथ में है। ചില ലോക സ്നേഹം നമ്മളെ വേട്ടയാടുന്നു. इस संसार का प्रेम हमें आक्रमण എന്റെ करता ചില है। വാക്തത്വങ്ങളിലേക്ക് പ്രവേശിക്കാതെ, कुछ वायदे में आप प्रवेश करे बिना, എന്നോടുള്ള ദൈവത്തിന്റെ ചില പദ്ധതികൾ തുറന്നു വരാതെ, आपके लिए प्रभु का जो योजना है खुले बिना, എന്നോടുള്ള ദൈവത്തിന്റെ ചില ഇഷ്ടങ്ങൾ പൂർത്തിയാകാതെ आपके लिए प्रभु का जो इच्छा है पूरा हुए ചില बिना, ലോത്തുമാർ എന്നെ പിന്തുടരുക. कुछ लोथ हमें पीछा करता है। ദൈവം പറഞ്ഞു, ഈ ലോത്തിനെ ഒന്ന് മാറ്റണം. प्रभु कहा है लोथ को अलग कर दे। ദൈവത്തോട് അബ്രഹാം പറയും, ഞാൻ തയ്യാറായിന്. अब्राहम प्रभु से कहा मैं तैयार हूँ। നമ്മൾ പറയും, ഇവിടെ വേറെ മിണ്ടാനും പറയാനും കൂടപ്പുറപ്പായിട്ട് വേറെ ആരുമില്ല. हम लोग होते तो बोलते हैं बात करने के लिए और कोई नहीं है हमारे ദൈവമേ, ഞാൻ എങ്ങനെ ഇതിനെ അകറ്റി നിർത്തും? साथ। परमेश्वर मैं कैसे इसे अलग करूंगा? ലോത്തിനെ എങ്ങനെ മാറ്റാൻ പറ്റും? लोथ को मैं कैसे अलग അവൻ എന്റെ करूंगा? സഹോദരനാണ്, वो मेरा भाई है, അവൻ എന്റേതാണ്, वो मेरा है, അവന് ഞാനാ ഉള്ളേ. उसके लिए मैं ही हूँ। ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് വന്നാൽ
मैं परमेश्वर का आवाज सुनकर आने से അവൻ എന്നെ ആശ്രയിച്ചാ വന്നേക്കുന്നു. वो मुझे आसरा करके आया है। ദൈവം പറഞ്ഞു അവനെ മാറ്റാതെ നിനക്കൊരു വിടുതലില്ല. प्रभु कहा उसे अलग करे बिना तुझे एक छुटकारा नहीं है। അനുസരിക്കാൻ തയ്യാറായി അബ്രഹാം. अनुसरण करने के लिए अब्राहम तैयार വേറെ हो ഒന്നും गया അവൻ നോക്കിയില്ല. और कुछ देखा नहीं। ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഞാൻ പറയാം, आज रात को मैं कहता എത്രയോ हूँ സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പലതിനെ മാറ്റാൻ പറയുന്നു, പക്ഷെ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല. कितना ही बार पवित्र आत्मा कहा है कुछ अलग करने के लिए, लेकिन हम माने नहीं है। എത്രയോ സന്ദർഭങ്ങൾ പരിശുദ്ധാത്മാവ് അക്കമിട്ട് നമ്മളോട് പറയുന്നു ചിലത് വേണ്ട, ചില റൂട്ട് വേണ്ട, ചില കാര്യങ്ങൾ വേണ്ട, ചിലതിനെ മാറ്റി നിർത്തിക്കോട്, എന്നാൽ മാത്രമേ അനുഗ്രഹത്തിന്റെ കലവറ നിനക്ക് വേണ്ടി ചലിക്കാൻ പറ്റൂ. कितना ही बार पवित्र आत्मा कहा ये रूट सही नहीं है, उसे अलग कर दे, लेकिन आप मानने तैयार नहीं होते। ദൈവ ശബ്ദത്തെ അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല. प्रभु का आवाज सुनने में हम तैयार नहीं പലരും हैं। അനുസരിക്കാൻ തയ്യാറല്ല. कई लोग तैयार नहीं है। അവനിൽ നിന്ന് തെറ്റ് സംഭവിച്ചാലും, उससे अगर गलती होता है, അവനിൽ നിന്ന് തോൽവി സംഭവിച്ചാലും उससे हार भी हो जाए, അതങ്ങോട്ട് ഉൾക്കൊണ്ട് ജീവിക്കുക. वो स्वीकार करते हुए जीते हैं। അതിനെ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ആയി പോയി. उसमें एडजस्ट हो जाते हैं। അതുകൊണ്ട് പല ദൈവ ശബ്ദവും മറഞ്ഞിരിക്കുക. इसलिए प्रभु का आवाज जो छिपा പക്ഷേ हुआ ഈ है, ഉപവാസ പ്രാർത്ഥനയിൽ ചിലത് പൊളിച്ചു പുറത്തു വരണം. ये उपवास के प्रार्थना में उसे तोड़कर हमें बाहर आना है। കാരണം മനുഷ്യന്റെ ഇഷ്ടത്തിനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്. मनुष्य की इच्छा से प्रभु आपको बुलाया नहीं है। ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടാനാ. प्रभु के नाम की महिमा प्रकट होना എന്ത് है। ചെയ്താലും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. आप कुछ भी करें, प्रभु के नाम की महिमा അതുകൊണ്ട് हो। ദൈവനാമത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന തിരുവചനത്തെ മനസ്സിലാക്കി ജീവിക്കണം. प्रभु के नाम की महिमा प्रकट होने वाला प्रभु का वचन मानकर आप जीना है। അബ്രഹാം പറഞ്ഞു ഞാൻ അവനെ ഒഴിവാക്കാൻ തയ്യാറാ. अब्राहम ने कहा मैं उसे अलग करने तैयार അബ്രഹാം हूँ। ലോത്തിന്റെ അടുക്കൽ ചെന്നു. अब्राहम लोत के पास गया। ഞാൻ ലോത്തിനോട് പറയുക, അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ തന്നെ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, परमेश्वर जो कहा अब्राहम उसी प्रकार लोत से कहा, നിനക്കിഷ്ടമുള്ള നിനക്ക് തെരഞ്ഞെടുക്കാം. तू जो तुझे इच्छा है तू चुन ले। കാരണം ഇതിനിടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആട്ടിടയന്മാർ തമ്മിൽ പ്രശ്നങ്ങളാ. इन दोनों की चरवाहों के बीच में अभी झगड़े होते हैं। ഞാൻ പറയാം ദൈവമക്കളെ, പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അഡ്ജസ്റ്റ് ആയി പോവാ. बहुत कुछ समस्याएं होती है, लेकिन उसमें हम एडजस्ट हो जाते ഇന്ന് हैं। രാത്രി ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കാൻ आज പറ്റും. रात को हम अच्छे से समझने से उसका गहराई കാരണം समझ पाएंगे। പലതിലും നമ്മൾ അഡ്ജസ്റ്റാ, कई बातों में हम एडजस्ट हो जाते हैं, അഡ്ജസ്റ്റ്മെന്റിൽ പോവാ. एक एडजस्टमेंट में जाते ഓ हैं। ഞാനത് വെട്ടി തുറന്ന് പറഞ്ഞ എങ്ങനെ, एक जन से ऐसे खुल के बोलने से कैसा होगा, ഇല്ലെങ്കിൽ ഞാൻ അതിനെ ഒന്ന് മാറ്റിയാൽ എങ്ങനെ, उसे मैं अलग करने से कैसा होगा, സ്തോത്രം, ഞാൻ മൈൻഡ് ചെയ്യാതിരുന്ന എങ്ങനെ. मैं ध्यान नहीं दूंगा तो कैसे होगा। ഇതൊക്കെ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ചിന്താഗതികളാ. ये सब हम एडजस्ट कर लेते हैं, ये हमारा सोच है। ദൈവം തമ്പുരാന പറയുന്നത് ചിലതിനെ മാറ്റാൻ. परमेश्वर कहता है कुछ को अलग करने। നിനക്കിനി ഇവനുമായിട്ടുള്ള യാത്ര വേണ്ട. परमेश्वर ने कहा इसके साथ और यात्रा मत कर। അനുസരിക്കാൻ തയ്യാറാണോ? വിടുതല. मानने तैयार होने से छुटकारा है। അവിടെ ചോദ്യവും ചോദ്യോത്തരങ്ങളും ഇല്ല. वहाँ में प्रश्न या उत्तर नहीं അവിടെ है, വാദഗതികളില്ല, വാദപ്രതിവാദങ്ങളില്ല. वहाँ में वाद विवाद नहीं है। ഏറ്റെടുത്തു അബ്രഹാം. अब्राहम मान लिया। ചെന്ന് പറഞ്ഞു ദൈവം പറഞ്ഞതുപോലെ, अब्राहम परमेश्वर जो बोला मान लिया। നിനക്ക് ഇഷ്ടമുള്ള നിനക്ക് തെരഞ്ഞെടുക്കാം. जैसे वो परमेश्वर बोला, लोत से कहा तुझे അവിടെ जो चाहिए ले ले। അവിടെ എഴുതിയിരിക്കുന്നു ലോത്ത് നീരോട്ടമുള്ളത് തെരഞ്ഞെടുത്തു. वहाँ पे लिखा है लोत हरियाली वाली जगह चुन लिया। ലോക സ്നേഹിയായി ഇവൻ തെരഞ്ഞെടുത്തത് നീരോട്ടമുള്ളത്. जहाँ में पानी है वो चुन लिया। അബ്രഹാമേ നിനക്കൊന്നുമില്ല. अब्राहम को अभी कुछ नहीं എത്ര है। പേര് കേൾക്കുന്നുണ്ട്? അബ്രഹാമിനൊന്നുമില്ല. अब्राहम को अभी कुछ നമ്മളും नहीं। പറയും ദൈവത്തെ അനുസരിച്ചിട്ട് എനിക്കൊന്നുമില്ല. हम भी बोलते हैं परमेश्वर को मानकर मेरे पास कुछ ദൈവത്തെ नहीं है। അനുസരിച്ച് ഞാൻ തല കുനിക്കേണ്ടി വരുമോ? मेरे परमेश्वर को जानकर मैं सिर नीचा करना पड़ेगा क्या? ദൈവമേ നീ പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത്. परमेश्वर आप बोलने के बाद അവൻ मैं कहा, ഇഷ്ടമുള്ളത് അവൻ തെരഞ്ഞെടുത്തു. उसको जो इच्छा था वो चुन അവൻ लिया। തെരഞ്ഞെടുത്ത് നീരോട്ടമുള്ളതാണ്. वो हरियाली वाली जगह चुन लिया। ഞാൻ എന്ത് ചെയ്യും मैं क्या करूंगा? എന്നല്ല അബ്രഹാം ചോദിച്ചത്. ऐसा अब्राहम पूछा नहीं। പക്ഷേ അബ്രഹാം വിചാരിച്ചോ ഞാൻ തല കുനിക്കേണ്ടി വരുമെന്ന്? अब्राहम सोचा क्या मेरा सिर नीचा होगा? ഞാൻ ചിന്തിക്കുന്നു ഒരിക്കലും അവൻ വിചാരിച്ചില്ല. वो कभी नहीं सोचा होगा। എന്തുകൊണ്ട് വിചാരിച്ചില്ലെന്നറിയാമോ? वो क्यों नहीं सोचा होगा? വിളിച്ച ദൈവത്തെ ശരിക്കറിയാം. उसे बुलाए हुआ परमेश्वर को जानता ഞാൻ है। അവനെ അനുസരിച്ചാൽ അവൻ എന്നെ ഉയർത്താൻ ശക്തനാണ്. मैं उसे मानने से वो मुझे ऊंचा करने तैयार है। ഞാൻ അവന്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ मैं उसके आवाज सुनकर मानने तैयार എന്റെ होने ദൈവം से തല കുനിക്കാൻ സമ്മതിക്കത്തില്ല. मेरा सिर झुकने प्रभु अनुमति नहीं എന്റെ ദൈവം देगा। തല കുനിക്കാൻ അനുവദിക്കത്തില്ല. मेरा सिर झुकने प्रभु अनुमति नहीं ഉള്ള देगा। തുറന്ന് ഇവൻ മനസ്സിൽ യമൻ ദൈവത്തെ മുറുകെ പിടിച്ച് അവൻ നീരോട്ടമുള്ളത് ലോത്ത് തെരഞ്ഞെടുത്തപ്പോൾ അബ്രഹാം ഇങ്ങനെ നിക്കിയ തമ്പുരാന്റെ മുമ്പിൽ. वो लोग जो है हरियाली वाला जगह चुन लिया, तो अभी अब्राहम परमेश्वर के सामने खड़ा है। കാരണം ദൈവമേ നീ പറഞ്ഞത് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു?
ചെയ്തിരിക്കുന്നു. परमेश्वर तूने जो कहा मैं वैसे ही कर लिया हूँ. ആമേൻ. സ്തോത്രം. തമ്പുരാൻ എന്നെ ചെയ്തെന്നറിയാമോ? परमेश्वर क्या कहा? അനുസരിച്ചവന്റെ തല കുനിച്ചോ. जो आज्ञा माना उसका सिर झुका വീട്ടിൽ क्या? പോയി പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കണം. आप घर जाकर पढ़कर देखिए. അബ്രഹാമിനോട് ദൈവം പറയുക, अब्राहम से परमेश्वर कहता है നീ ഒന്ന് തല പൊക്കി നോക്ക്. तू सर उठाकर देख. നീ ഒന്ന് തല പൊക്കി നോക്ക്. तू सर ऊंचा करके ഇന്ന് देख. രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് എന്താ പറയുന്നതെന്ന് അറിയാമോ? आज रात को पवित्र आत्मा ഞാൻ क्या कहता വിശ്വസിക്കുന്ന ഈ है? ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മോട് പറയുന്നത്, ये उपवास के प्रार्थना में प्रभु हमसे അനുസരിച്ചാൽ कहता है, നിന്റെ തല താഴാൻ ദൈവം സമ്മതിക്കില്ല. आप मानने से आपका सर झुकने प्रभु अनुमति नहीं തലമുറയുടെ देगा. വിഷയത്തിലാകട്ടെ, आपके बच्चे की विषय हो, കുടുംബത്തിന്റെ വിഷയത്തിലാകട്ടെ, परिवार का विषय, കുടുംബ ജീവിതത്തിന്റെ വിഷയത്തിലാകട്ടെ, पारिवारिक जीवन का विषय हो, സഭയുടെ വിഷയത്തിലാകട്ടെ, कलीसिया का विषय हो, ശുശ്രൂഷയുടെ വിഷയത്തിലാകട്ടെ, सेवकाई का विषय हो, അനുസരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തല താഴാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. തലയെ ഉയർത്തുന്നവർ ഇന്ന് രാത്രി നിന്നോട് കൂടെയുണ്ട്. मानने वाले प्रिय लोगों, आपका सर झुकने प्रभु अनुमति नहीं देगा. आपका सर ऊंचा करने वाला आपके साथ है. രാത്രി ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? आज रात को विश्वास करने എത്ര तैयार है പേർക്ക് ഒന്ന് क्या? വിശ്വസിക്കാൻ പറ്റും? कितने लोग विश्वास എന്റെ തല करेंगे? കുനിഞ്ഞു പോയെന്ന് നീ ചിന്തിച്ചാൽ मेरा सर झुक गया ऐसा सोचते हैं क्या? തമ്പുരാൻ ചേർത്ത് പിടിച്ചിട്ട് പറയും, प्रभु आपके साथ रहकर बोलेगा, മോനെ നിന്റെ തല കുനിയാൻ ഞാൻ സമ്മതിക്കത്തില്ല. बेटे आपके सिर झुकने में अनुमति ലോത്ത് नहीं दूंगा. നീരോട്ടമുള്ള തെരഞ്ഞെടുക്കട്ടെ. लोथ हरियाली वाली जगह चुन പക്ഷെ നീ लिए എടുത്ത ഡിസിഷൻ ഭയങ്കര ഡിസിഷനാ. तू चुना हुआ जो है अच्छा നീ എടുത്ത decision है. തീരുമാനം വലുതാ. तेरा निर्णय बड़ा അവന് है. വിട്ടുകൊടുത്തില്ല നീ. उसे तू छोड़ दिया. അവൻ ഇഷ്ടമുള്ള ചെയ്തോളാം പറഞ്ഞില്ലേ? उसकी इच्छा के अनुसार करने പക്ഷെ नहीं ഇനി दिया. അവന്റെ ഒരു പറ്റുമാനം നിന്റെ കുടുംബത്തെ വേട്ടയാടാൻ ഞാൻ സമ്മതിക്കത്തില്ല. उसका कुछ भी बात तुझे आक्रमण करने में अनुमति नहीं दूंगा. അവന്റെ ഒരാവകാശവും നിന്റെ കുടുംബത്തിന്റെ അകത്ത് വാഴാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. उसका कुछ भी हक तेरे परिवार में रहने के लिए मैं अनुमति नहीं ചില दूंगा. കുടുംബങ്ങളെ, ചില തലമുറകളെ ഈ നിലകളിൽ ചിലത് വാഴുന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ശക്തമായി പറയുന്നത് ഇതിന്റെ മേൽ ജയമെടുത്തു കയറണം. कुछ परिवारों को, कुछ बच्चों को इस प्रकार कुछ अधीन करता है तो उसे हमें उपवास के प्रार्थना में जय पाना है. അവിടെ നമുക്ക് ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. वहाँ हमें टेंशन की आवश्यकता അയ്യോ नहीं. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത എങ്ങനായി തീരും, ഒന്നും വേണ്ട. अयो मैं ऐसा करूंगा तो क्या ഒരു होगा? ചിന്താഭാരവും വേണ്ട ദൈവമക്കളെ. ऐसे कोई चिंता की ഈ आवश्यकता ദൈവത്തിന്റെ नहीं. വചനപ്രകാരം അനുസരിക്കുന്നവനാണോ? परमेश्वर के वचन के अनुसार मानने वाले നിന്റെ हैं क्या? തല കുനിയത്തില്ല. आपका सर झुकने अनुमति नहीं ദൈവത്തിന്റെ देगा. വചനത്തെ അനുസരിക്കുന്നവന്റെ തല കുനിഞ്ഞ ചരിത്രമില്ലെന്ന്. प्रभु का वचन मानने वाले का सिर झुका हुआ चरित्र नहीं है. അവന്റെ തലയെ ദൈവം ഉയർത്തും. उसका सर प्रभु ऊंचा करेगा. അവന്റെ തലയെ ദൈവം ഉയർത്തും. उसका सर प्रभु ऊंचा करेगा. നോക്കണം, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു കാര്യം ശക്തമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട്. अब्राहम के बारे में और एक बात हम अच्छी तरह जानते हैं. വാഗ്ദത്ത പ്രകാരം ഒരു സന്തതി ജനിക്കപ്പെട്ടു. वायदे के अनुसार एक बेटा जन्म हुआ. അതിനിടയിൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, അതൊക്കെ നമുക്കറിയാം. उसके बीच के बहुत सारे संभव वो सब हम जानते हैं. അനുസരിച്ച മനുഷ്യന് वो माना हुआ मनुष्य അവന്റെ വയോവൃദ്ധനായിരിക്കുന്ന वो കാലഘട്ടത്തിൽ वृद्धावस्था में ഒരു തലമുറ ജനിക്കപ്പെട്ടു. एक पुत्र जन्म होता है. നോക്കുക, അനുസരിച്ചവന് എത്ര വർഷം കഴിഞ്ഞ തലമുറ ലഭിച്ചെന്നറിയാമോ? मानने वाले को कितने साल के बाद बेटा जन्म हुआ? 25 വർഷം കഴിഞ്ഞു. 25 साल के बाद. യമൻ 25 വർഷം കഴിഞ്ഞപ്പോൾ ആ തലമുറ ജനിക്കുന്നേ. 25 साल के बाद बेटा होता ഇന്ന് है. രാത്രി ഞാൻ ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ പറയാം, मैं सच्चाई से आप लोगों से कहता हूँ, ദൈവവചനത്തെ നീ അനുസരിക്കുന്നവനാണെങ്കിൽ, वचन मानने वाले होने से, ദൈവവചനത്തെ നീ അനുസരിക്കുന്നവനാണെങ്കിൽ वचन को आप मानने वाले होने നിന്റെ से കുടുംബത്തിനകത്ത് തലമുറയില്ല എന്നുള്ളൊരു ഭാരം നിനക്ക് വേണ്ട. 25 വർഷം കഴിഞ്ഞാലും എത്ര വർഷം പിന്നിട്ടാലും വാഗ്ദത്തങ്ങൾ പുറത്തു വരുമെന്ന് ദൈവം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. आपके परिवार में पीढ़ी नहीं है, ऐसा आप चिंता ना करें. 25 साल होने से भी प्रभु का वायदा जरूर पूरा होगा. അതിനെ തടയാൻ ഒരു ശക്തിക്ക് പറ്റുകയില്ല. उसे रोकने के लिए कोई भी शक्ति से വാഗ്ദത്തം പുറത്തു വന്നു, वायदा पूरा हुआ, വളർന്നു തുടങ്ങി. वो बढ़ने लगा. ഒരു ദിവസം തമ്പുരാൻ വിളിച്ച അബ്രഹാമിനെ, एक दिन अब्राहम को प्रभु बुलाया. അബ്രഹാമേ, अब्राहम, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ तू प्रेम करने वाला तेरा बेटा ഇസഹാക്കിനെ തന്നെ इसहाक को എനിക്ക് യാഗം കഴിക്കണം. मेरे लिए बलि कर. പോയ പോക്ക് നോക്കിക്കേ, കൊച്ചു പയ്യനല്ല, छोटा बच्चा नहीं था, ആരോഗ്യമുള്ളവൻ, अच्छा ताकतवर. 30 വയസ്സിനകത്ത് പ്രായമുള്ള ഈ മനുഷ്യൻ 30 साल था उसका. അവനെ നോക്കിയിട്ട് അപ്പനോട് പറയുക, वो उसके बेटे से, पिता से बोलता है, നീ നിന്റെ മകനെ യാഗം കഴിക്കണം. पिता से परमेश्वर बोला तेरे നീ बेटे നിന്റെ को മകനെ बलि, യാഗം കഴിക്കണം. तेरे बेटे को बलि कर. വേറൊന്നും
ഒന്നും ചിന്തിച്ചില്ല. और कुछ भी सोचा नहीं. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് യാഗത്തിന് പോവാ. अगले दिन सुबह उठकर बलि करने जा रहा है. ഞാൻ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരു മനുഷ്യൻ. परमेश्वर बोलने वाला मानकर करने वाला व्यक्ति. നമ്മളാണ് 100 വട്ടം ചിന്തിക്കും. हम लोग होते तो 100 बार सोचते. അല്ലേ? എത്ര പേര് കേൾക്കുന്നുണ്ട്? ഇത് ദൈവത്തിന്റെ ശബ്ദം തന്നെ ആണോ? ये परमेश्वर का ही आवाज है क्या? ഇത് ദൈവ ശബ്ദമാണോ? ये प्रभु का ही आवाज है क्या? പിശാച് വല്ലതും വന്ന് പറഞ്ഞാണോ? या शैतान बोला क्या? അതെനിക്ക് തോന്നിയതാണോ? या मेरे मन में लगा? നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഇരിക്കുക. हम लोग ऐसे सोचते ही रह ദൈവം जाते हैं. നമ്മളോട് എത്രയോ പ്രാവശ്യങ്ങൾ ശക്തമായിട്ടുള്ള ദൈവത്തിന്റെ ആലോചന തന്നു. परमेश्वर कितना ही बार सामर्थ से हमसे बात किया है. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അത് എന്നോടല്ല, लेकिन हम सोचते वो मेरे से नहीं അത് है, വേറെ ആരോടാ, वो और किसी से है. അതൊന്നും എനിക്കൊരു തോന്നലാതെ, वो मेरे मन में लगता അതൊന്നും है, എനിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, वो मुझे स्वीकार करने की അതൊന്നും आवश्यकता नहीं, എനിക്ക് ആവശ്യമില്ല ഒന്നും. वो मेरे लिए आवश्यक नहीं है. പക്ഷേ ഈ മനുഷ്യൻ ഏറ്റെടുത്തു, ये मनुष्य स्वीकार किया, അനുസരിക്കാൻ തയ്യാറായി. वो मानने तैयार हो गया. അനുസരിച്ചതിന് കിട്ടിയ വിടുതൽ എന്നാ അറിയോ? वो मानने तैयार हुआ तो നമുക്ക് क्या നന്നായിട്ട് मिला? അറിയാവുണ്ട്, ആ ഭാഗവും നമുക്ക് എടുക്കണ്ട. हम अच्छी तरह जानने वाला वचन ഇക്കോണം है. ദൈവം പറഞ്ഞു അവനെ യാഗം കഴിക്കണം. परमेश्वर कहा उसे बलि कर. യാഗം മൃഗമില്ലാതെ യാഗത്തിന് പോകുക അബ്രഹാം. बलि के जानवर के बिना अब्राहम बलि करने जा रहा है. ഭയങ്കര വിശ്വാസത്തോടെ बहुत बड़ा विश्वास. അനുസരിച്ചവന്റെ ഒരു പ്രത്യേകത മറ്റൊന്നതാ, मानने वाले की एक विशेषता वही है, അവന് ഭയങ്കരമായ വിശ്വാസമാണ്. उसको बहुत ज्यादा विश्वास होगा. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവനെ ഇത് കിട്ടത്തുള്ളൂ. प्रभु का वचन मानने वाले को ही ऐसा मिलता ഈ है. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഈ ഒരു അനുസരണം നമുക്കുണ്ടെങ്കിൽ ये उपवास के प्रार्थना में ऐसा मानने हम तैयार हो, വിശ്വാസം നമുക്ക് പിടിക്കാൻ പറ്റും. विश्वास हम पा सकते हैं. ഏത് കഷ്ടതയെ നമുക്ക് അതിജീവിക്കാം, कोई भी कष्ट को हम जय पा ഏത് सकते हैं, പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാം, कोई भी समस्या को जय पा ഏത് सकते हैं, രോഗത്തെ നമുക്ക് അതിജീവിക്കാം, कोई भी बीमारी हो हम जय ഏത് पा सकते हैं, ക്ലേശത്തെ നമുക്ക് അതിജീവിക്കാം, कोई भी क्लेश हो हम जय पा सकते हैं, ഏത് തുറക്കാത്ത വാതിലുകൾ തുറന്നു വരും. कोई भी नहीं खुलने वाला द्वार भी खुल कर आएगा. കാരണം ഈ വചനം അനുസരിച്ച് വിശ്വാസം. कारण क्या है? वचन मानकर हम विश्वास ഇത് करते हैं. അനുസരിച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കാ വിശ്വാസം. आप मानने तैयार होने से विश्वास ऑटोमेटिक होगा. നമുക്ക് വിശ്വാസം വരാത്തതിന്റെ കാരണം എന്താ അറിയോ? हमें विश्वास नहीं आने का कारण ഇതങ്ങോട്ട് क्या है? പൂർണ്ണമായിട്ട് അനുസരിക്കാൻ വയ്യ. वचन को पूरी तौर से हम मानते नहीं है. കാരണം ഇത് പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ पूर्ण रूप से हम मानने से ചിലതിനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തണം, कुछ को हमें अलग करना पड़ेगा, ചിലത് മാറ്റി നിൽക്കണം. कुछ अलग रखना पड़ेगा. അടിക്കുന്നതാകട്ടെ, ഉടുക്കുന്നതാകട്ടെ, പോകുന്നതാകട്ടെ, വരുന്നതാകട്ടെ, സംസാരിക്കുന്നതാകട്ടെ, പലതും മാറ്റി വെക്കണം. खाने का हो, पहनने का हो, पीने का हो, आने जाने का, सब कुछ अलग करना पड़ेगा. അതുകൊണ്ട് തന്നെ നമുക്ക് അനുസരിക്കാൻ മനസ്സില്ല. इसलिए हम मानने के लिए तैयार नहीं होते. ഈ അബ്രഹാം അനുസരിച്ചു. अब्राहम मान लिया. എന്താ സംഭവിച്ചേ? क्या हुआ? യമേ താഴ്വാരം എത്തിയപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതകളുമായി ഇവിടെ നിൽക്ക്. तराई में पहुंचा तो अपने सेवकों से बोला, गधों को लेके यहाँ पे खड़ा रह. ഞാനും മകനും പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. मैं और बेटा जाकर बलि करके. മകൻ ഒരു ചോദ്യം. जाते रास्ते में बेटा एक प्रश्न पूछता है. അപ്പാ, पिता, കത്തിയുണ്ട്, വിറകുണ്ട്, छुरी है और സകല लकड़ी है, കാര്യവും നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഒന്നിന് കുറവുണ്ട്. सब कुछ है लेकिन एक की कमी है. എന്താ കുറവ്? क्या कमी है? യാഗമൃഗത്തിന് കുറവുണ്ട്. बलि का जानवर का कमी है. ഇത്രയും വർഷങ്ങളായിട്ട് അപ്പൻ യാഗം കഴിക്കാൻ പോകുമ്പോൾ അപ്പന്റെ കയ്യിലോ മകന്റെ കയ്യിലോ ഒരു കുഞ്ഞു വള്ളിയിൽ ഒരു ആട്ടുകൊറ്റനുണ്ട്, അല്ലെങ്കിൽ ഒരു കുറുമ്പ്രാവുണ്ട് കയ്യിൽ. इतने सालों से बलि के लिए जाते समय बेटे के हाथ में या पिता के हाथ में एक छोटा मेमना तो रहता है या फिर कबूतर तो रहता है. പക്ഷെ ഇപ്പൊ ഇതില്ല, अभी वो नहीं है. ഇപ്പൊ അതില്ല. अभी वह नहीं है. അപ്പൊ യാഗത്തിനുള്ള മൃഗം എവിടെ? बलि का जानवर कहाँ है? അനുസരിച്ച് അപ്പൻ ചങ്കുപൊട്ടി ഒരു ഉത്തരം പറഞ്ഞു. वो माना हुआ पिता हृदय टूट कर एक शब्द बोला. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹൃദയം തകർന്നായിരിക്കും ഉത്തരം പറഞ്ഞേ. हृदय टूट कर वो उत्तर बोला അപ്പോൾ होगा. തന്നെ ഭയങ്കര വിശ്വാസത്തോടാ പറഞ്ഞത്. तभी बहुत विश्वास के साथ बोला होगा. എന്നതാ പറഞ്ഞത്? क्या बोला? മോനെ യഹോവ കരുതിക്കൊള്ളും. पर बेटा यहोवा तैयार करेगा. ആർക്കാ ഇത് പറയാൻ പറ്റുകയെന്നറിയോ? कौन ऐसे बोल सकते हैं? അനുസരിക്കുന്നവനെ പറയാൻ जो പറ്റും. मानने वाले हैं वही बोल सकते हैं. ചുമ്മാ ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ. बेकार में कोई बोल नहीं. മക്കളെ, ദൈവം എന്നെ ജയിപ്പിക്കുമെന്ന് പറയണമെങ്കിൽ, बेटा प्रभु तुझे जय दिलाएगा बोलना है ദൈവം എന്റെ ഭാവി നോക്കിയിട്ടുണ്ടെന്ന് നിനക്ക് പറയണമെങ്കിൽ, परमेश्वर मेरा भाग्य देखा है വെറുതെ बोलना है. ആർക്കും പറയാൻ പറ്റുകയില്ല. बेकार में कोई बोल नहीं पाएंगे. അനുസരിക്കുന്നവന് മാത്രമേ പറയാൻ പറ്റൂ. मानने वाले ही बोल पाएंगे. ദൈവത്തെ അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന്, प्रभु को मानने वाले परमेश्वर के लोग, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവ प्रभु പൈതലിന് का वचन को मानने वाले प्रभु के लोग പറയാൻ പറ്റണം, എന്റെ ദൈവം എന്നെ വിടുവിക്കും.
बोलने को होना है, मेरा परमेश्वर मुझे എന്റെ छुड़ाएगा, ദൈവം എന്നെ സൗഖ്യമാക്കും. मेरा परमेश्वर मुझे चंगा करेगा, ഇല്ലാത്തത് ഉളവാക്കി തരും എന്റെ ദൈവം. जो नहीं है उसे परमेश्वर सृष्टि करे. ഈ രാത്രി ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? आज रात को विश्वास ഈ ഉപവാസ करेंगे क्या? പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ ഒന്ന് വിശ്വസിച്ചു തുടങ്ങ്. उपवास के प्रारंभ में आप विश्वास ഇവൻ करें. അനുസരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരമുണ്ട്. अनुसरण करने वाले के प्रभु का जो आशीष का जो झुंड रखा हुआ है. അബ്രഹാം വിശ്വാസത്തിന്റെ പദം പറഞ്ഞു. अब्राहम विश्वास की बातें बोला. എന്റെ ഒരു ചിന്ത ഞാൻ പറയാം. मेरा सोच मैं कहता हूँ, അബ്രഹാം ഇത് പറഞ്ഞപ്പോഴേ തലമുറയ്ക്കകത്ത് ഇത് കയറി. अब्राहम जब बोला तभी वो बेटे के अंदर आ गया. ആ തലമുറ പള്ളു പറയാൻ പോയില്ല. वो बेटा उसे डांटा नहीं. ഓ, അപ്പന്റെ ഒരു വിശ്വാസം, ओ पिता का विश्वास, അപ്പന്റെ ഒരു പ്രാർത്ഥന. पिता का प्रार्थना. ഇതാ ഇപ്പൊ പലരും പറയുന്നേ, ऐसे ही बहुत लोग ഇതെന്തൊരു अभी बोलते हैं, പ്രാർത്ഥനയാ? ये क्या प्रार्थना എന്തൊരു है, ഉപവാസമാ? ये क्या उपवास है? രാത്രി ഇത് പറയാൻ പറ്റത്തില്ല. വിശ്വാസമുള്ളവൻ അനുസരിക്കുന്നവന്. विश्वास करने वाले ऐसा नहीं बोलेंगे. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുക. मैं पूर्ण रूप से विश्वास ഒന്നും करता നിങ്ങൾ हूँ. മിസ് ചെയ്യരുത്. एक भी आप मिस ना करें. ഇതൊന്നും നിങ്ങൾ കേൾക്കാതെ പോകരുത്. ये सब आप सुने बिना ना ഇത് रहे. നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം വരും. ये आपके जीवन में बदलाव आए. ഇസഹാക്ക് അത് ഏറ്റെടുത്തു. इसहाक वो स्वीकार कर लिया. അബ്രഹാം അപ്പനും മകനോട് കയറി പോവാ. अब्राहम और बेटा जा रहा മോറിയ മലയിലേക്ക്. मोरिया के पर्वत की ओर. മോറിയ മലയിലെത്തി. मोरिया पर्वत पर ഈ पहुंच അപ്പനും गया. പ്രാർത്ഥിക്കുന്നു, पिता प्रार्थना करता है, ദൈവമേ എന്റെ തലമുറയെ ഞാൻ യാഗം കഴിക്കണം. परमेश्वर मैं अपने बेटे को बलि करने वाला हूँ. അവന്റെ അകത്തൊരു വിശ്വാസത്തിന്റെ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. परमेश्वर से असंभव कुछ नहीं है. എന്റെ ദൈവത്തിന് കഴിയാത്തതില്ല. परमेश्वर से नहीं होने वाली कुछ बात नहीं തലമുറ है. എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? वो बेटा क्या प्रार्थना किया എന്റെ होगा? ദൈവമേ എന്റെ അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മറുപടി നീ ചെയ്യണം. मेरे परमेश्वर, मेरे पिता जो चाहता उसी प्रकार एक छुटकारा तू ഞങ്ങളുടെ करना. കയ്യിൽ ഒരു യാഗമൃഗം ഞങ്ങളുടെ കയ്യിലില്ല. बलि का जानवर नहीं है, പക്ഷേ ദൈവമേ എന്റെ അപ്പന്റെ വിശ്വാസം പോലെ അവിടുന്ന് ഒരുക്കണമേ. लेकिन परमेश्वर मेरे पिता के विश्वास के अनुसार आप तैयार कर. വീടിനകത്ത് ഈ രണ്ട് നിലയുള്ളവർ വേണം. घर के अंदर इस तरह दो बातें होना है. അനുസരിക്കുന്നവനും വേണം, मानने वाले भी होना है, ആ അനുസരണത്തോട് ചേർന്ന് നിൽക്കുന്നവനും वो വേണം. मानने वाले के साथ में रहने वाला भी ഞാൻ होना ഇന്ന് है. രാത്രി ഞാൻ പറയാം, ആ വീടിനകത്ത് ഇവർ രണ്ടുപേരും ഒരുപോലെ ബലമായി. वो घर के अंदर ये दोनों जन एक ही समान बल बने. അബ്രഹാം അനുസരിച്ച് വിശ്വാസത്തോടെ കയറിപ്പോയി. अब्राहम मानते हुए विश्वास के साथ चढ़कर गए. അനുസരിച്ച് വിശ്വാസത്തോടെ കയറിപ്പോവാ. तभी बेटा और पिता विश्वास के साथ एक साथ जा रहे हैं. ഒരാൾ വിശ്വാസം പറയുമ്പോൾ നിരുത്സാഹപ്പെടുത്തരുത്. एक जन विश्वास की बातें बोलते हैं तो उसे निरुत्साह मत ഒരാൾ करें. അനുസരിച്ച് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ, ചിലത് പ്രവർത്തിക്കാൻ, ചിലത് ചെലവാകാൻ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാരണവശാലും അതിനെ തള്ളിക്കളയരുത്. एक जन मानकर प्रभु के लिए उपयोगी होना चाहता है, वो अपने शब्दों से, अपने कार्यों से, लेकिन उसे जो है पीछा करने के लिए आप तैयार ना हो. വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കണം. विश्वास के साथ में रहे. എന്നാ കിട്ടിയ വിടുതൽ എന്നറിയാം? क्या मिला छुटकारा? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പൻ മകനോട് സത്യം പറഞ്ഞു. वहां जाने के बाद पिता बेटे से बोलता है, മോനെ, ഞാൻ ദൈവത്തെ അനുസരിച്ചേ മതിയാകൂ. मैं प्रभु को मानना ही है. യാഗത്തിനുള്ള മൃഗം നീയാണ്. बलि का जानवर तू है. അപ്പനോട് മകൻ പറയുക, वो पिता से बेटा അപ്പാ, बोलता है, നീ ദൈവം പറയുന്നത് പോലെ നീ എന്നോട് ചെയ്തു കൊള്ളുക. पिता परमेश्वर जो कहता है तू मुझसे कर ले. കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുന്നവർ എഴുന്നേൽക്കേണ്ട ദൈവമക്കൾ. परिवार के अंदर प्रभु का आवाज सुनने वाले उठना है. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. प्रभु का वचन को मानने वाले उठना है. വിടുതൽ വെളിപ്പെട്ടു വരും. छुटकारा प्रकट होगा. ആ അപ്പൻ പറഞ്ഞതുപോലെ തലമുറ കൈകെട്ടി കൊടുത്തു. वो पिता जैसे बोला वो बेटा मानने तैयार होगा. യാഗമൃഗത്തെ പോലെ യാഗപീഠത്തിന്റെ മുകളിൽ ഈ മനുഷ്യനെ കിടത്തി. बलि के जानवर के समान उसके हाथ को बांधकर बलि वेदी में डाल दिया. അപ്പൻ കത്തിയെടുത്ത് തൂങ്ങാൻ തുടങ്ങി. पिता छुरी उठाया. ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, जो आवाज सुना स्वर्ग അബ്രഹാമേ, से, ബാലന്റെ മേൽ കൈവെക്കരുത്. अब्राहम बेटे के ऊपर हाथ मत रख. ആ മോറിയ മലയ്ക്കകത്ത് തല കുനിച്ചു എന്ന് ചിന്തിച്ച മനുഷ്യൻ वो मोरिया पर्वत पर वहाँ खड़ा होकर सोचा होगा. തമ്പുരാൻ പറഞ്ഞ തല പൊക്കി നോക്ക്, परमेश्वर कहा सर ऊंचा कर. നീ ഒന്ന് തിരിഞ്ഞു നോക്ക്, तू मुड़कर देख. നീ ഒന്ന് തല ഉയർത്തി ഒന്ന് പുറകോട്ട് നോക്ക്, तू सर ऊंचा करके നീ मुड़कर തല देख. ഉയർത്തി ഒന്ന് നോക്കിക്കേ. सर ऊंचा करके देख. നിന്റെ തലമുറയ്ക്ക് പകരം ഒരാട്ടുകൊറ്റൻ കിടപ്പുണ്ട്. तेरे बच्चे की जगह में एक मेमना माँ तैयार है. അനുസരിക്കാൻ തയ്യാറാണോ ദൈവമക്കളെ? आप मानने तैयार है क्या? നിനക്ക് വേണ്ടി ചിലതിനെ കുരുക്കി തമ്പുരാൻ ഇട്ടിട്ടുണ്ട്. आपके लिए परमेश्वर कुछ फंसा कर നിന്റെ रखा हुआ है. തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. आपके बच्चे के लिए प्रभु कुछ നിന്റെ तैयार കുടുംബത്തിന് रखा വേണ്ടി है. ദൈവം ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. आपके परिवार के लिए प्रभु कुछ ദൈവം तैयार ചിലതിന് रखा है. വേണ്ടി
ഒരുക്കി വെച്ചിട്ടുണ്ട്. प्रभु कुछ के लिए कुछ तैयार रखा ഇന്ന് है। രാത്രി എത്ര പേര് വിശ്വസിക്കാൻ आज തയ്യാറുണ്ട്? रात को कितने लोग എന്റെ विश्वास വാക്കുകൾക്ക് करेंगे? ഞാൻ ഇവിടെ വിരാമം ഇടാൻ मैं പോവാ. अपने बातों को समाप्त എത്ര करता പേര് ഇന്ന് हूँ। രാത്രി ആഗ്രഹിക്കാൻ തയ്യാറുണ്ട്? कितने लोग आज रात को ഈ चाहते ഉപവാസ हैं? പ്രാർത്ഥന നിന്റെ തലമുറയ്ക്ക് വിടുതലാകും. ये उपवास का प्रार्थना मेरे बच्चों ഈ को ഉപവാസ आशीष होना है। പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമായി മാറും. ये उपवास के प्रार्थना मेरे जीवन में വലിയ बदलाव होना ദൈവപ്രവൃത്തി है। കർത്താവ് നമ്മുടെ മേൽ बड़ा ചെയ്യുവാനിടയാകും. प्रभु का कार्य हमारे കണ്ണുകളെ जीवन में അടച്ചൊരു होना है। നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? आंखें बंद करके प्रार्थना करने ആമേൻ. कितने लोग നിങ്ങൾ तैयार മറന്നു होंगे? പോകരുത്, ഈ ഉപവാസ പ്രാർത്ഥന അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. ये उपवास के प्रार्थना में भूलना मत, जो अनुसरण करते उसे आशीषित होता വേറൊന്നും है। നമ്മൾ ചിന്തിക്കാൻ പോകണ്ട. और कुछ मत सोचे। ഞാൻ ഈ വചനം അനുസരിക്കാൻ പോകുക. मैं ये वचन मानने के लिए तैयार എന്റെ हूँ। ദൈവം എന്നോട് പറയുന്ന ആലോചനകളെ വചനങ്ങളെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. मेरा परमेश्वर मुझसे कहने वाला वाणी मैं स्वीकार ഞാൻ ഈ करके मानने വചനങ്ങളെ तैयार हूँ। ഏറ്റെടുത്ത് അനുസരിക്കാൻ തയ്യാറാണ്. मैं ये वचन को मानने तैयार हूँ।